ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വോട്ട് ചോരിയിൽ മിണ്ടാത്ത, ചോരി വിളിച്ചു പറഞ്ഞവരെ കുറ്റപ്പെടുത്തിയ ബിജെപിയുടെ നാവോ എന്ന് സംശയിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനിയും വിശ്വസിക്കണോ? തെരുവിൽ 0 അഡ്രസ്സിലുള്ളവർക്ക് പോലും വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വികാരപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ബീഹാറിൽ വോട്ട് നഷ്ടമാകുന്ന 2.4 കോടി വോട്ടർമാരെക്കുറിച്ച് വേവലാതിയില്ലാത്തതെന്താണ്? അച്ഛന്റെ സ്ഥാനത്ത് ABCD വന്നതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ലാത്തതെന്താണ്? 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം എന്ന ഭീഷണി രാഹുൽ ഗാന്ധിയോട് മാത്രം എന്താണ്? ചോദ്യങ്ങൾക്കുത്തരമില്ലാതെ കേന്ദ്രത്തിന്റെ വക്താവായി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് നീക്കത്തിലാണ് പ്രതിപക്ഷം. സഭകളിൽ 3/2 ഭൂരിപക്ഷമുണ്ടായാലും ഇല്ലെങ്കിലും ജനത്തിനു മുന്നിലേക്ക് രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിന് ആയില്ലേ? വോട്ട് അധികാർ യാത്ര 2ാം ദിവസമാണ്. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും സഭ പിരിഞ്ഞിരിക്കുകയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമ്പോൾ രാഷ്ട്രീയ കമ്മീഷനോ എന്നതാണ് ചോദ്യം. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി, ഡോക്ടർ V ശിവദാസ് MP, CPM പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, നിയമവിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അദ്ദേഹം ഞാൻ PDT ആചാര്യയിലേക്ക് പോകുന്നു. അദ്ദേഹം അല്പസമയമേ നമ്മുടെ കൂടെ ചർച്ചയിലുള്ളൂ. ശ്രീ PDT ആചാരി, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുന്ന വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് ആലോചിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം പറയുന്ന അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഇംപീച്ച്മെന്റിന്റെ മോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 1992 TN ശേഷനെതിരായിട്ട് VP സിംഗ്, സോംനാഥ് ചാറ്റർജി, രാംവിലാസ് പാസ്വാൻ എന്നീ പറയുന്ന ആളുകളൊക്കെ സൈൻ ചെയ്ത 100 അംഗങ്ങൾ സൈൻ ചെയ്ത ഒരു മോഷൻ 1992 ലോക്സഭയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് സ്പീക്കർ അത് തള്ളുകയാണ് ഉണ്ടായത്, അഡ്മിറ്റ് ചെയ്തില്ല. നിയമം അനുസരിച്ച് സ്പീക്കർക്ക് അങ്ങനൊരു മോഷൻ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അത് സ്പീക്കർ ലീഗൽ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അതിൻ്റെ എവിഡൻസ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് വേണമെങ്കിൽ അത് തള്ളുകയും ചെയ്യാം. പക്ഷേ ഈ കമ്മീഷൻ അങ്ങനെ ഒരു ഇന്നലെ ചെയ്തത് മാതിരിയുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു അപ്രോച്ച് അത് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല നേരത്തെ. ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് വിളിച്ചു പറയുക എന്നതിലപ്പുറം ഇനിയിപ്പോൾ പാർലമെന്റിൽ ഇരുസഭകളിലും നോക്കുമ്പോൾ 3/2 ഭൂരിപക്ഷം അത് സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. അടുത്ത സമ്മേളനത്തിൽ, ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ നടക്കില്ലായിരിക്കും, അടുത്ത സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുക എന്നൊരു ആലോചനയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം ഇതാ അറിയിക്കുന്നു, രാഷ്ട്രീയം പറയുന്ന ഒരു പക്ഷത്തോട് മാത്രം വിധേയത്വം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന കമ്മീഷനെ തുറന്നു കാട്ടാനുള്ള ഞങ്ങളുടെ അവസാനത്തെ നീക്കം എന്ന രീതിയിൽ ഒരു സന്ദേശം എന്ന നിലയ്ക്കാണോ ഈ ഇംപീച്ച്മെന്റിനെ കാണേണ്ടത്? അത് പാസ്സാവാനുള്ള സാധ്യത കുറവാണല്ലോ ശ്രീ PDT ആചാരി. തീർച്ചയായിട്ടും അവരുടെ ഒരു റിയാക്ഷൻ ആണ് ഇതില്, അവരുടെ അതൃപ്തിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. അവർക്കും അറിയാമല്ലോ, ഈ മോഷൻ കൊണ്ടുവന്ന സ്പീക്കർ അതിൻ്റെ ആ ത്രഷോൾഡിൽ തന്നെ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മോഷന് യാതൊരു കാര്യവുമില്ല. അതൊക്കെ അവർക്കറിയാം. അപ്പം അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്നൊക്കെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂവിന് അവർ ശ്രമിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് അവർക്ക് പറയാനുള്ളതൊക്കെ പറയാൻ ഒരവസരം എന്നുള്ളതാണ്. ഇതിൽ ഇനിയിപ്പോൾ ഒരു സാധ്യത ഇതിൽ എന്തായിട്ടാണ് കാണുന്നത്? നിയമപരമായ സാധ്യത എന്നുള്ളതാണോ? കോടതിയെ സമീപിക്കുക, അതും അവിടെ ഭരണപക്ഷം പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിൽ കോടതിയിലേക്ക് പോകൂ എന്നാണല്ലോ പരിഹാസത്തോടു കൂടിയാണെങ്കിലും ചോദിക്കുന്നത്. അവസാന സാധ്യത അത് മാത്രമാണ് എന്ന നിലയ്ക്ക് അതിനെ കാണാമോ? കോടതിയിലാണെങ്കിൽ തന്നെ കോടതി അത് പരിഗണിക്കുന്ന സമയം, പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അത് പരിഗണിക്കണമെന്നില്ല. പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന രീതിയിൽ കോടതിയിൽ നിന്നും തീരുമാനം വരണമെന്നില്ല. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും സാധ്യത പ്രതിപക്ഷത്തിന് മുന്നിലുണ്ടോ ശ്രീ PDT ആചാരി? വേറെ സാധ്യതകൾ കാണുന്നില്ല.
പക്ഷെ കോടതിയിൽ പോകാമല്ലോ. ഏത് സാഹചര്യത്തിലും ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. കോൺസ്റ്റിറ്റ്യൂഷന്റെ വെളിയിൽ നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോ ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഈ ഇലക്ഷൻ കമ്മീഷന് ധാരാളം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. പക്ഷെ ഈ അധികാരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ആ അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം? നിഷ്പക്ഷമായി ഫെയറായി ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അത് ഭരണഘടന ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണ്. അത് വളരെ പവിത്രമായ ഒരു ചുമതലയാണ്. അപ്പൊ ആ ചുമതല നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ, തെറ്റ് പറ്റിയിട്ടുണ്ടോ, ലാപ്സസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അത് പരിശോധിക്കുന്ന ചുമതല കോടതിയുടെയാണ്. കോടതി അത് പല പ്രാവശ്യം പല വിധിന്യായങ്ങളിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കാതിരിക്കുന്ന ഒരു കമ്മീഷൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കോടതിക്ക് അതിനകത്ത് ഇടപെടാം. അപ്പൊ അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ ഹെൽപ്ലെസ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. കോടതിക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. പിന്നെ കോടതി എന്ത് തീരുമാനിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോടതി ഒരു ഓപ്ഷനാണ്. ശരി, വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാര്യ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഞാൻ ആദ്യം CPM MP-യിലേക്ക് പോവുകയാണ്. ഡോക്ടർ വി ശിവദാസൻ, പ്രതിപക്ഷം ഇപ്പോൾ തെരുവിലാണ്. ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ 2ാം ദിവസമാണ്. അതേസമയം പാർലമെന്റിൽ ഈ വിഷയം തന്നെയാണ് ഉയർത്തുന്നത്. പാർലമെന്റ് അകത്തും പുറത്തും ഈ വിഷയം ഉന്നയിക്കുന്നു. ഇന്ന് ഇരു സഭകളും സ്തംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എത്ര നാളെന്നുള്ളൂ? സമ്മേളനം കഴിയാനാകുന്നു. സഭയ്ക്കകത്തുള്ള പ്രതിഷേധം അവിടെ അവസാനിക്കുന്നു. ബീഹാറിൽ നിങ്ങൾ പ്രക്ഷോഭം തുടങ്ങും, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങും. അതല്ലാതെ കമ്മീഷനെ തിരുത്തിക്കാൻ, ഈ നടപടികൾ തിരുത്തിക്കാൻ എത്ര വേഗം സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? ഇന്നത്തെ ഹിന്ദു ദിനപത്രം അതിൻ്റെ എഡിറ്റോറിയലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ വളരെ പ്രസക്തമാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ സമീപനം തിരുത്തണമെന്ന സൂചനയോടുകൂടിയാണ് എഡിറ്റോറിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാജ്യമാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിനെതിരായിട്ട് ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം നമ്മൾ കാണുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം. അന്നേ വരെ പത്രസമ്മേളനം നടക്കുന്നവരെ പക്ഷപാതിത്വരഹിതമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയിട്ടുണ്ടാവുക എന്ന് ധരിച്ചു വെച്ചവരുൾപ്പെടെ പത്രസമ്മേളനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിലയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ SIR-ന്റെ പേരിൽ ലക്ഷക്കണക്കായ ജനങ്ങളുടെ പേര്, വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയും എന്നാൽ BJP നേതാക്കന്മാർ സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി യാതൊരു സംസാരവും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ന്യൂട്രൽ ബോഡിയാണ്. എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് പക്ഷപാതിത്വരഹിതമായി സംഘടിപ്പിക്കേണ്ടുന്ന, നടത്തേണ്ടുന്ന ഒരു ഏജൻസിയാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ തന്നെ തകർക്കുന്ന നിലയിലുള്ള നിയമനിർമ്മാണം BJP നടത്തി. ഇന്ത്യൻ പാർലമെന്റിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണത്തിൽ നേരത്തെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന സമിതിയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും ആ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന, നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി ഉൾപ്പെടുന്ന സമിതിയായി അതിനെ മാറ്റിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം അതിനെതിരായി രംഗത്ത് വന്നിരുന്നു. രാജ്യമാകെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അന്ന് തന്നെ പറഞ്ഞിരുന്നു BJP ഓഫീസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. ഈ അപകടകരമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത് RSSന്, BJPക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പില്ലാതെ, തിരഞ്ഞെടുപ്പ് നിന്ന് ലക്ഷോപലക്ഷം വരുന്ന വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് വോട്ടവകാശം 18 വയസ്സ് പൂർത്തിയായ, പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്ത ഒന്നാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള RSS BJP പദ്ധതിയുടെ ഭാഗമായിട്ടാണ് SIR-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിന്റെ രീതിയിൽ വന്നിട്ടുള്ള മാറ്റവും എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്.
ഈ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുമ്പോൾ BJPയുടെ നേതാക്കന്മാർ പാർലമെന്റിനകത്തും പുറത്തും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ നോക്കിക്കൊള്ളുക, നിങ്ങൾ കോടതിയിൽ പോടൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് പരാതി കൊടുത്തോളൂ, 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുക്കാനുള്ള അവകാശം കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങൾക്കവിടെ യൂണിറ്റ് ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്കവിടെ തെരഞ്ഞെടുപ്പ് വേളയിൽ നോക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമാരുണ്ടായിരുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. ധിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും മുഖമായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അപലനീയമായിട്ടുള്ള കാഴ്ചയാണ് നാം കാണുന്നത്. തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അണിനിരന്നിരിക്കുന്നത്. SIRന്റെ പേരിൽ 30 ലക്ഷത്തിലധികം സ്ത്രീകളെ മാത്രമാണ്, 35 ലക്ഷത്തിനടുത്ത് സ്ത്രീകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞു. സ്ത്രീകൾ മാത്രം ഇത്രയേറെ വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ പേരും അതിന്റെ കാരണവും എന്തെന്ന് ചോദിച്ചപ്പോ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഒടുവിൽ അവരുടെ പേരും ലിസ്റ്റും അവർക്ക് പരാതി കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കോടതി പറയേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP വോട്ട് തെരഞ്ഞെടുപ്പ് ആകെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള ചർച്ച വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവിന്റെ ശതമാനത്തിന്റെ ചിത്രവും ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള വാർത്തകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല നിലയിൽ ഇരട്ട വോട്ടിന്റെയും മറ്റ് ഒരു റൂമിൽ തന്നെ 100-ലധികം ആളുകൾ താമസിച്ചതിൻ്റെതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഏജൻസിയായി നിലനിർത്തണം, ഭരണഘടനാ സ്ഥാപനമായി നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന സകല ആളുകളും BJPയുടെ ഈ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുത്ത് വരേണ്ടതുണ്ട്. ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ച RSS BJP ഗൂഢാലോചന ഇന്ന് കൂടുതൽ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരു BJP നേതാവും ഇന്ന് വരെ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇന്നലെ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനമാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം, ആ പിഴവുകൾ തിരുത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടിയിരുന്നു, അവരത് ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ ബൂത്തുകളിൽ, അവരത് ചെയ്തില്ല, അപ്പോൾ അവരുടെ പിഴവാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് SIRന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം കിട്ടിയിട്ടില്ല ശ്രീപത്മനാഭൻ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു, രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്ന സംശയം ശക്തവുമാണ്. ഞാൻ മാർക്കഡേ കഡ്ജു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഇന്നത്തെ ട്വിറ്റ് വായിക്കാം. I can't understand why Rahul Gandhi is reluctant to give an affidavit to the Election Commission stating on oath the allegations he has made. Is he afraid of being sent to jail for perjury? സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ജഡ്ജ് പറഞ്ഞതാ. എന്താ ഇവരെ തകരാറ്, ഇവരെ പ്രശ്നം എന്താ? ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ ചില പരാതികൾ ബോധിപ്പിക്കുമ്പോൾ, ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ കൊടുക്കുമ്പോൾ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പാകെ കൊടുക്കുമ്പോൾ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1951 ഉണ്ടാക്കിയത് ആരെ കാലഘട്ടത്തിലാണ്? രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ്. 1960 റൂൾസ് ആരാ ഉണ്ടാക്കിയത്? ഇതേ നെഹ്റുവാണ് ഉണ്ടാക്കിയത്. പിന്നീട് 97-98 കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അന്നാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഭാഗികമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത് 98-ലാണ്. 98-ന് മുമ്പുള്ള 7 വർഷം 91 മുതൽ 96 വരെ നരസിംഹറാവുവും 96 മുതൽ 98 വരെ ഇലക്ഷൻ വരെ ദേവഗൗഡയും ഗുജറാളും, അതായത് കോൺഗ്രസ് സഹായിക്കുന്ന UF ഗവൺമെൻറ്റുമാണ് ഭരിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഭാഗികമായി ഈ വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കിയത്. അതിനുശേഷം 99 അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കി.
അപ്പോൾ ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന നിയമങ്ങൾ, ഇവരൊക്കെ കൊണ്ടുവന്ന ചട്ടങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ചട്ടങ്ങളും നിയമങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? BJP ഉണ്ടാക്കിയതാണ് ജനപ്രായത്വ നിയമം, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കില്ല. അതിലാണ് സംശയം. ഈ സത്യവാങ്മൂലം രാഹുൽ ഗാന്ധി മാത്രം നൽകേണ്ടതാണോ, അത് അനുരാഗ് ഠാക്കൂറിന് വേണ്ടേ? പരാതികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളായി വരുന്നവർ ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം വാർത്താസമ്മേളനത്തിൽ എന്താണ് പറയാതിരുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ലേ വിമർശനം ഉണ്ടായത്? അത് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞല്ലോ, അത് എല്ലാരോടും പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഉത്തരവാദിയല്ല. നമ്മൾ വാർത്താസമ്മേളനം മുഴുവൻ കണ്ടു. നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞ വേണ്ട, ഞാൻ പറയുന്നത് അംഗീകരിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലല്ല, വാർത്താസമ്മേളനത്തിൽ ചോദ്യമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളല്ലേ? മാർക്കണ്ടേ കട്ജു പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജ് റിട്ടയർഡ് ജഡ്ജ് മാർക്കണ്ടേ കട്ജു രാഹുൽ ഗാന്ധിന്റെ പേര് മാത്രം എടുത്ത് പറയണമെങ്കിൽ അങ്ങൊരു BJP ആയോ? അങ്ങൊരു BJP ആയോ? രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ചോദ്യങ്ങൾ വരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾക്കൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ എന്താ? ഞാൻ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജനപ്രാതിനിധ്യ നിയമത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് കൊടുക്കണ്ടെന്ന് അതുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിക്ക് പോലും ആ സൗജന്യം ഇല്ലാന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഈ പ്രശ്നം തീരും. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം. കോൺഗ്രസ് ഹാഡ് 28,420 BLAs ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ 28,420 BLAമാർ കോൺഗ്രസിലുണ്ടായിരുന്നു. വൈ ഡിഡ് നോട്ട് എ സിംഗിൾ BLA റിപ്പോർട്ട് എനി ഇറഗുലാരിറ്റി? ഒരു BLA പോലും ഒരു പരാതി കൊടുത്തിട്ടില്ല. 28,420. ശ്രീപത്മനാഭൻ എക്സിക്യൂട്ടീവിന് ജുഡീഷ്യൽ നിയമനങ്ങളെ ഒറ്റ മിനിറ്റ് അങ്ങ് മാർക്കണ്ടേയ കട്ജു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മിനിറ്റ് അങ്ങ് പിന്നെ പറഞ്ഞാലും മതി. എക്സിക്യൂട്ടീവിന് ജുഡീഷ്യൽ നിയമങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്ന് മാർക്കണ്ടേയ കട്ജു വിരമിക്കുമ്പോൾ പറഞ്ഞിരുന്നു. കേട്ടോ, വിരമിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുമോ? നിങ്ങൾക്ക് അനുകൂലമായ കാര്യം മാത്രമാണോ മാർക്കണ്ടേയ കട്ജുവിനെ? ഞങ്ങളുണ്ടാക്കിയ നിയമ ഈ രാജ്യത്ത് സ്മൃതി ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ: 1, മന്ത്രിസഭയുടെ എണ്ണം ഹൗസിൻ്റെ 15% 1. 2, പിന്നാക്ക ജാതി കമ്മീഷന് എന്ത് കൊണ്ടുവരണം? ഭരണഘടനാ പദവി കൊണ്ടുവരണം. 3, വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ ഇന്ന് വരെ പാസ്സാക്കിയ, വാജ്പേയിൻ്റെ കാലം മുതൽ ഇന്ന് വരെ പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതികൾ. 1 പെൻഡിങ് ആണ്. ഇത് വൺ നേഷൻ വൺ ഇലക്ഷൻ പെൻഡിങ് പാസ്സായിട്ടില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ 3 കാരണം ഞങ്ങൾക്ക് 3-2 ഭൂരിപക്ഷമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായ കോൺഗ്രസ് കൊണ്ടുവന്ന 100 ചില്ലാനം ഭരണഘടനാ ഭേദഗതികളില്ലേ? ഇതൊക്കെ ഞങ്ങളാണോ കൊണ്ടുവന്നത്? ജഡ്ജ് നിയമനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാണോ കൊണ്ടുവന്നത്? ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നിരുന്നു, അത് സുപ്രീം കോടതി റദ്ദാക്കി. ഓർമ്മയുണ്ടോ? ജഡ്ജ് നിയമനം, ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് ആക്ട് അതങ്ങോട്ട് റദ്ദാക്കുകയും ചെയ്തു. പോരെ? അപ്പം ഇന്ന് നിലവിലുള്ള ജുഡീഷ്യൽ നിയമനങ്ങളൊന്നും BJP കൊണ്ടുവന്ന നിയമപ്രകാരമല്ല നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി 405 സീറ്റ് ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. അവിടെ ഒരു ബൂത്തിൽ, പൈവളികെ പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ 2-3 വോട്ടുകളെ സംബന്ധിച്ച് തർക്കം വന്നു. അതായത് ക്യൂ നിന്ന ലാസ്റ്റ് ബ്ലാക്ക് സ്ലിപ്പ് കൊടുത്ത വോട്ടുകളെ സംബന്ധിച്ച്. ആ സ്പോട്ടിൽ തന്നെ UDFൻ്റെ ഏജൻറ്റുമാർ പരാതി കൊടുത്തു. അത്ര പോലും ബോധം ഈ മഹാരാഷ്ട്രയിലെ UDF ഏജന്റുമാർക്ക്, കോൺഗ്രസ് ഏജന്റുമാർക്കില്ല. അത്ര പോലും ബോധമില്ല. ഇത്രയും വലിയ തിരിമറി മുഴുവൻ ഏജന്റുമാർ കണ്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തൃശ്ശൂരിൽ നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് സുനിൽകുമാർ പറയുന്നുണ്ട്. നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് VS സുനിൽകുമാർ പറയുന്നുണ്ട്. VS സുനിൽകുമാർ സത്യവാങ്മൂലം നൽകണം. TN പ്രതാപൻ സത്യവാങ്മൂലം നൽകണം. അങ്ങ് ചിരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ഇരട്ട വോട്ട് തെളിഞ്ഞ ഒരു സത്യവാങ്മൂലം നൽകണ്ട. നല്ല തീരുമാനങ്ങളാണ്.
ഞാൻ 137 ബൂത്തിൽ കൊടുത്താൽ മതി. ഞാൻ 137 ഇവിടുത്തെ 137 ബൂത്തിൽ എനിക്ക് കൊടുക്കണ്ടു. ഞാൻ ലോകം മുഴുവൻ കൊടുക്കണ്ട, കാരണം എൻ്റെ ബൂത്ത് 137. 137 പോളിംഗ് ഏജന്റ് 137 കൊടുക്കുക, 138 പോളിംഗ് ഏജന്റ് 138 കൊടുക്കുക. എന്തൊരു കഷ്ടാണ്. പരാതി കൊടുക്കണ്ടെന്ന്. ശരി, ഇത്ര സിമ്പിളായ കാര്യമാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. വളരെ കഷ്ടം. അതെ അതെ, കഷ്ടമാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്, അതിനോട് പ്രതിപക്ഷം ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന നിലപാട്, അത് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പോകാനുള്ള ആലോചനയാണ്. എങ്ങനെ കാണുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 325 അനുസരിച്ച് ഭരണഘടന അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും ഉത്തരവാദിത്വങ്ങൾ തന്നെയാണ്. ഈ കാര്യം പലപ്പോഴായി നേരത്തെ ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രൽ വോട്ടിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ നടപടിക്രമങ്ങൾ സുതാര്യമായിട്ടും ഫെയർ ആയിട്ടും നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ കാണുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങളിലെ വീഴ്ചയോ, നടപടിക്രമങ്ങൾക്കകത്ത് ഒപ്പിട്ടില്ല, ഫോമിലല്ല കൊടുത്തത്, സത്യവാങ്മൂലമില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഉന്നയിച്ചില്ല തുടങ്ങിയ ഇതിൻ്റെ താൽക്കാലികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കേവല നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഗതികളിലാണ് ചർച്ച നിൽക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിട്ടും ഫെയറായിട്ടും നടത്തേണ്ട ഒരു ഇലക്ഷൻ വോട്ടേഴ്സ് പട്ടികയുടെ പ്രക്രിയ ഇപ്പോൾ അതിനകത്ത് പരാതി വന്നതിന് ശേഷം ബീഹാറിൽ സവിശേഷമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കാണുന്നു. അവിടെ വലിയ തോതിൽ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിന് തെരഞ്ഞെടുത്ത സമയത്തെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫ്ലഡിന്റെ സമയത്ത് തന്നെ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി, അത് ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത്? ഞാൻ അതിന്റെ ഫെയർനെസ്സിലേക്ക് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും സുപ്രീം കോടതി മുമ്പാകെ ഈ ചോദ്യം ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന, ജീവിച്ചിരിപ്പില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുന്ന പറയുന്ന ആളുകളെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട കോടതി അതിനകത്തൊരു നടപടിയിലേക്ക് പോയി, ഒരു ഉത്തരവിലേക്ക് പോയി. അത് ആരൊക്കെയാണോ ഇതിനകത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്, അവരെന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് കാര്യകാരണ സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒബ്സർവേഷൻ ഇപ്പോൾ നടത്തിയ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രൊസീജിയർ മാത്രം നോക്കിയാൽ പോരാ. കാരണം ഭരണഘടനാ കോടതികൾ അതത് കാലത്ത് കൊണ്ടുവന്ന വിധിന്യായങ്ങളെല്ലാം നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. അപ്പം മനേകാ ഗാന്ധി കേസിന് ശേഷം ഉള്ള ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരു അധികാരി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പൗരനെ ബാധിക്കുന്ന തീരുമാനമാണെങ്കിൽ അത് ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഇത് നമ്മുടെ ഭരണഘടന ഉറപ്പു കൊടുക്കുന്ന ഒരു അധികാരമാണ്, ഒരു അവകാശമാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അത്തരത്തിൽ റിമൂവ് ചെയ്ത നടപടി ശരിയായില്ല. ആ റിമൂവ് ചെയ്തതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. അത് ഭരണഘടനാ ലംഘനമായതുകൊണ്ട് അത്തരം കാരണങ്ങൾ വ്യക്തമാക്കി അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തിയ ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു വലിയ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്തു. റീസൺ ഇല്ലാതെ ആളുകളെ ഒഴിവാക്കി, റീസൺ കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. ഈ ഭരണഘടനാ ലംഘനം നടത്തിയതിന് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഭരണഘടനാ ലംഘനങ്ങൾ തുടർച്ചയായി കോടതികൾ കണ്ടെത്തുന്നതിന്, ഈ തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് കറക്ഷൻ കോടതി പറയുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഭരണഘടനാ ലംഘനം കണ്ടെത്തിയാൽ പോലും ശിക്ഷ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാത്തിടത്തോളം ഈ തെറ്റുകൾ ആവർത്തിക്കുകയും കയ്യോടെ പിടിക്കപ്പെടുന്ന തെറ്റുകൾ ഞങ്ങൾ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാമെന്ന് കോടതി മുമ്പാകെ പറയുകയും കോടതിയിൽ തന്നെ ഇതിനകത്തൊരു വലിയ ട്വിസ്റ്റ് നടന്നു. അത് സ്മൃതി ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ട് നടത്തേണ്ട, റീസണബിൾ ആയിട്ടുള്ള പ്രക്രിയയിലൂടെ നടത്തേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ആ പ്രക്രിയയിൽ വിധി ഏറ്റുവാങ്ങുന്ന ആളുകൾ, അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അവരുടെ ചെലവിൽ കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നായി ഈ സംവിധാനം മാറുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ BJP ഗവൺമെന്റ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനത്തിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നതും നടപ്പാക്കിയിരുന്നതുമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയക്കകത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് അന്തിമമാക്കുക, ഈ പട്ടികയിലെല്ലാം വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുന്നു.
ലീഗലി നമ്മൾ പറയുന്നത് ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ്. ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആളുകളുടേതായി മാറിയിരിക്കുന്നു, പൗരന്മാരുടേതായി മാറിയിരിക്കുന്നു. ഭരണഘടനാപരമായ അധികാരം വഹിക്കുന്ന എല്ലാ പാരഫെർണീലിയയുമുള്ള ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്യുമെന്ന് വെല്ലുവിളിക്കുകയും ആ തെറ്റ് നിങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളൂ, വേണമെങ്കിൽ കോടതിയിൽ പോകൂ, അല്ലെങ്കിൽ സത്യവാങ്മൂലം തരൂ, ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിക്കുന്നത് നമുക്ക് മുമ്പ് കണ്ടിട്ടില്ല. നേരത്തെ TN ശേഷനെതിരെ വന്നിട്ടുള്ള അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, അതൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാസീവായിട്ടുള്ള ഒരു കറപ്ഷനെ പിന്തുണച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഭരണ പാർട്ടിയെ പിന്തുണച്ചതിന്റെ പേരിലോ അല്ല. അപ്പൊ എന്താണ് പ്രതിപക്ഷത്തിന് ബാക്കി നിൽക്കുന്ന മറുപടി? ഒന്ന്, ജനങ്ങളോട് ഈ കാര്യം സംവദിക്കുക എന്നുള്ളതാണ്. രണ്ട്, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഇംപീച്ച്മെന്റ് അത്തരത്തിൽ ഒരു വലിയ സമ്മർദ്ദം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെന്റിൽ ഇത് ചരിത്രത്തിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും നടപ്പാക്കുന്നു എന്ന് പൗരന്മാരെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനമെടുക്കുകയും കീബോർഡിലൂടെ പൂച്ചയോടുമ്പോൾ വരുന്ന ലെറ്റേഴ്സോ ഓരോരുത്തരുടെ അച്ഛനായിട്ടും അങ്ങനെ അച്ഛനിൽ അല്ലെങ്കിൽ കൃത്യമായി രേഖകൾ കൊടുക്കാത്ത ആളുകളുടേതാണ് പൂജ്യമെന്ന് രേഖപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ എന്താ പറയുക പൊട്ടന്മാരാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മണ്ടന്മാരാക്കുന്ന തരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വന്ന് ഏകപക്ഷീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി ചോദ്യങ്ങളെ ഭയപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത് വേണമെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്തുകൊള്ളൂ എന്ന ഒറ്റവരി സമവാക്യത്തിൽ ഭരണകക്ഷിയും ഇലക്ഷൻ കമ്മീഷനും എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ 78 വർഷക്കാലത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ പണി ജനങ്ങളിലേക്ക് കൈമാറുന്ന ആദ്യപടി. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇത് ചോദ്യം ചെയ്യാൻ ശരി നിങ്ങൾ ചോദ്യം ചെയ്യൂ, തെളിവുകളുമായി കോടതിയിൽ പോകുന്നു പറയുമ്പോൾ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവസിയെ ബാധിക്കും എന്നാണ് അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചാണല്ലോ ഹരീഷ് പറയുന്നത്. ഹരീഷ്, 2019 സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ കണ്ടില്ല. പുട്ടുസ്വാമി കേസിലെ ജഡ്ജിമെന്റ് ഇന്ത്യയിലെ ഒരുപാട് അഭിഭാഷകർ വായിച്ചിട്ടുള്ള ഒരു വിധിന്യായമാണ്. റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെടുത്തി എങ്ങനെയൊക്കെ നമുക്ക് ഇത് വളരെ വിചിത്രമായൊരു വാദം കൂടിയാണ്, അത് നമ്മൾ ആലോചിക്കണം. അതായത് നാളെ ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പ് വേളയിലും അവിടുത്തെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് തർക്കം ഉന്നയിക്കുന്ന ആളുകൾക്ക് അതിന്റെ കോപ്പി കൊടുക്കില്ല. ഞാനിത് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഒരു റഫറിയായി നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടാൽ ഒരു കളിയിൽ പങ്കെടുക്കുന്ന 2 or 3 അതിലധികമോ ടീമുകൾ, ആ ടീമുകളുടെ വിശ്വാസ്യതയാണ്, ഇതിന്റെ പുറത്തുള്ള വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസ്യത ആർജിക്കേണ്ട ആളുകൾക്ക് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇതിന്റെ കോപ്പി കൊടുക്കില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പൊ പിന്നെ 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്താലും അതിനുശേഷം പരാതി കൊടുത്താലും എന്താണ് വ്യത്യാസം? 45 ദിവസത്തിൽ കൊടുത്ത പരാതികളിലും ഒരടക്കവും ഉണ്ടായിട്ടില്ല എന്ന തൃശ്ശൂരിലെ കാഴ്ചയുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, നിങ്ങൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആലോചിക്കുന്നു. അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. 3/2 ഭൂരിപക്ഷം അത് നിങ്ങൾക്ക് കിട്ടാൻ ഇടയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത്? ഈ ഇംപീച്ച്മെന്റ് കൊണ്ടുവരിക, അതിന്മേലൊരു വലിയ ചർച്ചയുണ്ടാക്കുക, പുറത്ത് ബീഹാറിൽ നടത്തുന്ന ആ പ്രതിഷേധ പരിപാടികൾ തുടരുക, അങ്ങനെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു മറുപടിയല്ല ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പറഞ്ഞ് തടിതപ്പുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു. രാജ്യം ഭരിക്കുന്ന സർക്കാരിനും ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയും വിധേയരായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ പത്രസമ്മേളനമാണ് ഇന്നലെ നടത്തിയത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനം ഏകപക്ഷീയമായി ഒരു ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് തീർച്ചയായും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ഇലക്ഷൻ കമ്മീഷന്റെ
ഇത്തരത്തിലുള്ള നടപടികളെ ഏതെല്ലാം മാർഗത്തിലൂടെ ചേർക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് ഇംപീച്ച്മെന്റ് ആകാം, അതിൽ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാകാം, അതൊക്കെ തന്നെ ഇന്ത്യ സഖ്യം അതിന്റെ പല വശങ്ങളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുകയാണ്. പക്ഷെ ഒന്നിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സത്യവാങ്മൂലം ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയോട്. 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകുക, അല്ലെങ്കിൽ മാപ്പ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആലോചന? സത്യവാങ്മൂലം കൊടുക്കില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ഇനി എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന രാഹുൽ ഗാന്ധിക്കെതിരായ കമ്മീഷന്റെ നീക്കത്തിൽ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ പറയുന്നു, പരാതി കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു, നിങ്ങൾ 40 ദിവസത്തിനകം പരാതി കൊടുക്കണമായിരുന്നു, അതും നിങ്ങൾ ചെയ്തില്ല. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പരാതി കൊടുക്കാൻ പറയുന്നു. ഇന്നലെ പറഞ്ഞു പരാതി 40 ദിവസത്തിനകം കൊടുത്താൽ മാത്രമേ അതിന്റെ കാലാവധി കഴിഞ്ഞു, പരാതി പറയേണ്ട കാലാവധി കഴിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അവർക്ക് തന്നെ പ്രതിപക്ഷം ഉയർത്തിയ കാര്യങ്ങൾ അതിലേതാണ്ട് ശരിയുണ്ട്, അല്ലെങ്കിൽ അത് വളരെ കൃത്യമാണ്, വ്യക്തതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാൻ വേണ്ടി മുട്ടാപ്പൊക്ക് തർക്കങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് ആസൂത്രിതമായ നീക്കമാണ്. ഇത് ഒരു ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കുന്നത് BJPയുടെ ഒരു ഏജന്റായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടല്ല ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന രീതി ആ ഘട്ടത്തിൽ നിങ്ങൾ പ്രതികരിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ അത് അങ്ങനെ പ്രതികരിച്ചാൽ പോരായിരുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചാൽ അത് നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ സർക്കാരിനുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ഇത്തരം ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പോലും കേൾക്കാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന, അവർ പറയുന്നത് കേട്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയാണ് കേന്ദ്ര സർക്കാരിന് ആവശ്യമായി വന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നിന്നു. അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയുണ്ടായി. ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. ശരി, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചന്. ശ്രീ ശിവദാസൻ MP, ഇപ്പോൾ ഈ വോട്ടിലെ കൃത്രിമം അല്ലെങ്കിൽ കള്ള വോട്ട് എന്ന വിഷയം കൂടി വേറെ രൂപത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിൽ. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDF രംഗത്ത് വരുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം വേറെ ഉണ്ടാകുന്നു. അതല്ലാതെ തന്നെ സ്വയമേവ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐക്യം, ഇപ്പോൾ നിങ്ങൾ ദേശീയ തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഐക്യം, അത് ദുർബലമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ വളരെ സുവ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഒന്നെന്താണ്, ഇപ്പോൾ ഇവിടെ അവസാനം നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യം. അതിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കണമെങ്കിൽ, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ആവശ്യമാണ് എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനായി കൊണ്ടുവന്നിട്ടുള്ള നിയമന അധികാരികളുടെ കൂട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് വേണമെന്നുള്ള കാര്യത്തിൽ അത് BJPയുടെ നേതാക്കന്മാർ മാത്രമുള്ളതായിരിക്കരുത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി രണ്ടാമത്തേത്, ഈ രാജ്യത്ത് SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കായ വോട്ടർമാരെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. കാര്യകാരണങ്ങൾ ഏതുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ മരിച്ചവരെന്ന് നിങ്ങൾ പറയുന്നു. സ്ഥിരതാമസക്കാരായ മനുഷ്യരെ നിങ്ങൾ അവിടെ താമസിക്കാത്ത മനുഷ്യരെന്ന് വിധിയെഴുതുന്നു. ഇങ്ങനെ വ്യാപകമായ നിലയിൽ BJPക്കെതിരായി വോട്ട് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന, RSSന്റെ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുക്കുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, ആ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരെ പൊരുതാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഐക്യത്തോടുകൂടി നിൽക്കുന്നു. ഇതിനൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കെതിരായി വിശദീകരണ നോട്ടീസ് ആവശ്യപ്പെടുകയും, എന്നാൽ BJPയുടെ RSSന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആ പാർട്ടികൾ ജയിക്കുന്ന മണ്ഡലങ്ങളെ ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തുന്ന തെറ്റായ ആരോപണങ്ങളുടെ മുകളിൽ യാതൊരു വിധത്തിലുള്ള വിശദീകരണവും ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്
നാം പരിശോധിക്കേണ്ടതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ നോക്കുക, ചോദ്യങ്ങൾക്ക് 1 by 1 ആയി ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. എന്താണ് ചെയ്തത്? സെമിനാറുകളിൽ ഉത്തരങ്ങൾ നൽകുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുപരിപാടിയിൽ എല്ലാവരുടെയും പ്രതികരണങ്ങൾക്ക് ശേഷം ഒരു പ്രതികരണം നടത്തിപ്പോവുക എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾക്ക് 1 by 1 ആയി ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഐക്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നെന്താണ്? അമ്മമാരുടെ പെങ്ങന്മാരുടെ ഫോട്ടോ എങ്ങനെയാണ്, അവരുടെ ചിത്രങ്ങൾ എങ്ങനെയാണ് നമ്മൾ നൽകുക? അത് നൽകാൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യുന്നവരുടെ ചിത്രം അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു എന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവരുടെ ചിത്രം അശ്ലീല ചിത്രമല്ല. അത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റായി മാറുന്ന ഒരു ചിത്രമല്ല. അത് പരിശോധിക്കപ്പെടേണ്ടുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കേണ്ട നിലയിൽ പരിശോധിക്കുക തന്നെ വേണം. ഇരട്ട വോട്ടുകൾ, കള്ളവോട്ടുകൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവിൽ ജനങ്ങൾക്കാകെ ഇപ്പോഴുള്ള നല്ല ബോധ്യം. അതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നത് BJPയുടെ ധാർഷ്ട്യമാണ്. നിങ്ങൾ ഓരോ BJP നേതാവിന്റെയും പ്രതികരണം നോക്കൂ. ഈ ചർച്ചയിൽ തന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് BJP നേതാക്കന്മാർക്ക് അവരുടെ ഓഫീസിലിരുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രതികരണം ഇല്ലാത്തത്? ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിലാണ്, അതിനു മുമ്പുള്ളവരല്ല. നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ആ മോദി സർക്കാരാണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രിയുടെ മന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും. കാര്യം വ്യക്തമായല്ലോ. നരേന്ദ്രമോദിയും മോദിയുടെ ഒക്കെ ചങ്ങായിക്ക് ഇരുന്നിട്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിശ്ചയിക്കാം എന്നൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണോ ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണോ? ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് RSSന്റെയും BJPയുടെയും വളർച്ചക്ക്, അവരുടെ പ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിൽക്കും എന്ന് കണ്ടുകൊണ്ടാണ് ജനാധിപത്യത്തെ തന്നെ ശിരച്ഛേദം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ വെട്ടിമാറ്റിയിട്ടുള്ള വോട്ടർമാരുടെ നമ്പർ എന്നുള്ളത് അവിടെയുള്ള ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബീഹാറിലെ ആകെ ജനസംഖ്യയുടെ 9% പുറത്താകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്ന കണക്ക്. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, 0 എന്ന അഡ്രസ്സ് കൊടുക്കുന്നത് വീടില്ലാത്തവർക്കാണ്, തെരുവിൽ ഉറങ്ങുന്നവർക്കാണ്, അവർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുന്ന കമ്മീഷൻ ബീഹാറിൽ 2.4 കോടി വോട്ടർമാർ ഈ പട്ടികയിൽ നിന്നും പുറത്താകുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേവലാതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ചില പേരുകൾ വായിക്കാം. രാഷ്ട്രീയ ജനതാദൾ MP മനോജ് ജ, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആൻഡ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ആക്ടിവിസ്റ്റ് യോഗേന്ദ്ര യാദവ്, KC വേണുഗോപാൽ ഓഫ് ദി കോൺഗ്രസ്, സുപ്രിയ സൂലെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, D രാജ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഹരീന്ദ്ര മാലിക് സമാജ്വാദി പാർട്ടി, അരവിന്ദ് സാവന്ത് ശിവസേന, സർഫസ് അഹമ്മദ് ജാർഖണ്ഡ് മുക്തി മോർച്ച, ദീപാങ്കർ ഭട്ടാചാര്യ CPI-ML. ഇവരാണ് ഈ SIR-നെതിരെ സുപ്രീം കോടതിയിൽ പോയ പ്രമുഖരായ ആൾക്കാർ. ഇവർക്ക് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകർ കപിൽ സിബൽ, AM സിംഗ്വി, ഗോപാൽ ശങ്കരനാരായണൻ ആൻഡ് ഷഹദൻ ഫർസത്ത്, അതായത് സീനിയർ ലോയേഴ്സ്. ഇത് കൂടാണ്ട് ഒരു അഭിഭാഷക പടയുണ്ട്. സുപ്രീം കോടതി മുമ്പാകെ SIR ഇപ്പോൾ പരിശോധിക്കപ്പെടുകയാണ്. ഒരു സുപ്രീം കോടതി SIR കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നിബന്ധനകളും ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്ന രീതി ചെയ്യണം, ഇന്നെന്ന രീതി ചെയ്യരുത്, ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി മുന്നോട്ട് പോകാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതവിടെ നടക്കുന്നു, കോടതി പരിശോധന നടക്കുന്നു. ഇവരുടെ പ്രഗത്ഭ അഭിഭാഷകരും പ്രഗത്ഭ ഹർജിക്കാരും പ്രഗത്ഭന്മാരാണ്, അഭിഭാഷകരും പ്രഗത്ഭന്മാരാണ്. ഇവർ സുപ്രീം കോടതിയിൽ ഇത് ഓരോ ആഴ്ചയും പുതിയതായി ഓരോ ഡേറ്റിനും വാദത്തിന് വരുന്നു. അവിടെ ഓരോ ദിവസവും ആഴ്ചയും ഇത് പരിശോധിക്കപ്പെടുന്നു, നിബന്ധനകൾ കൊടുക്കപ്പെടുന്നു. ആ നിബന്ധനകൾ ഇലക്ഷൻ കമ്മീഷൻ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ഇത്രയും വാശിയോടുകൂടി പ്രഗത്ഭരായ ഹർജിക്കാരും പ്രഗത്ഭരായ അഭിഭാഷകരും ചേർന്ന് സുപ്രീം കോടതി മുമ്പാകെ ഓരോ വള്ളിയും പുള്ളിയും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ഇവർക്ക് ഇത്ര വേവലാതി? സുപ്രീം കോടതി വിശ്വാസമല്ലേ?
അത് സമ്മതിച്ചു. അതൊരു വശത്ത് നടക്കുന്നു. അല്ല, വാർത്താ സമ്മേളനം നടത്തുകയാണല്ലോ. വാർത്താ സമ്മേളനത്തിൽ ശുദ്ധീകരണത്തിലുള്ള ഏറ്റവും നല്ല മാർഗം SIR ആണെന്ന് ആവർത്തിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനാന്നേ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ 0 എന്ന് പറയുന്ന ഈ തെരുവിൽ കഴിയുന്ന ലക്ഷങ്ങൾ, ആയിരങ്ങൾ, എത്രയെങ്കിലും ആട്ടെ, കണക്ക് പറയുന്നില്ല, അവർക്കും വോട്ടവകാശം അത് ഞങ്ങൾ ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വോട്ട് അവകാശം നഷ്ടപ്പെടുന്ന 2.4 കോടിയെ പറ്റിയിട്ടുള്ള ചോദ്യം വരുമ്പോൾ അതിൽ കൃത്യമായ കണക്കുണ്ടോ, വിവരങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്താണെന്നേ? അതിൽ മറുപടി വേണ്ടേ? ഇത് പൗരത്വ പരിശോധനയാണെന്ന് വിമർശന വ്യവസ്ഥയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പൗരത്വ പരിശോധനയാണ് എന്ന സംശയം ഒരു വ്യവസ്ഥയുണ്ട്. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ഇത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? സുപ്രീം കോടതിയിൽ പ്രഗത്ഭ അഭിഭാഷകരുടെ ഒരു പട ഹാജരായിട്ട് ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നാണ് പറയുന്നത് ശ്രീ പത്മനാഭൻ. അപ്പൊ കോടതിയിലെ പറയുന്നു എന്നാണോ? നിങ്ങൾ പറ, വേണ്ട, നിങ്ങൾ പറ, നിങ്ങൾ എന്നെ നിർത്താണ്ട് സംസാരിച്ചോ. വെറുതെ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി നടക്കൂല. ഞാനതാ പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്ജുഡിസ് മാറ്റർ. ദി മാറ്റർ ഈസ് ബിഫോർ ദി കോർട്ട്. ദി കോർട്ട് ഈസ് എക്സാമിനിങ് പോയിന്റ് ബൈ പോയിന്റ്, സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ്. അപ്പം അതിന് മേലിൽ പിന്നെ പത്രസമ്മേളനം നടത്തണം. അവരൊരു ജനറൽ പിക്ചർ കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിഭാഷകർക്ക് ഇത് ചോദ്യം ചെയ്തൂടെ? അവിടെ ഓരോ സംഗതിക്കും അഫിഡവിറ്റ് ഫയൽ ശ്രീപത്മനാഭൻ, അങ്ങ് അക്ഷമനായിട്ടൊന്നും കാര്യമില്ല. കാരണം വാർത്താ സമ്മേളനത്തിൽ SIR-നെ കുറിച്ച് വാചാലനായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ അത് ചോദ്യം പാടില്ല. മാനാഞ്ചിറ പോയി പറഞ്ഞോ? അല്ല, മാനാഞ്ചിറയിൽ പോയി പറയുന്നത് വേറെ മൈതാനത്ത് പോയി പറയുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ പത്മനാഭൻ. കോടതിയിൽ പോകാൻ സമ്മതമല്ലെങ്കിൽ, കോടതിയിൽ വിശ്വാസമല്ലെങ്കിൽ മാനാഞ്ചിറ പോയി പറഞ്ഞോളി. അത് ശരി. ഞാൻ എന്താ പറയാ, സുപ്രീം കോടതിയിൽ വിശ്വാസം മാനാഞ്ചിറ നല്ല ഐഡിയ ആണിത്. നല്ല ഐഡിയ ആണ്. കോടതിയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് രാജ്യത്തെ കോടതിയിൽ വിശ്വാസമുണ്ടോ? ഇതാണ് ഒരു തന്ത്രം. ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾക്ക് കോടതിയിൽ കാണാം. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രഗത്ഭർ അവിടെ ഉണ്ടല്ലോ, അവർ വാദിച്ചോളുമല്ലോ. അങ്ങനെ വാദിക്കുന്നതിനിടയിലാണല്ലോ മരിച്ചവരെന്ന് കരുതിയ 2 പേരെ കൊണ്ട് അവിടെ യോഗേന്ദ്ര യാദവ് എത്തിയത്. ഹരീഷ്, ഞാൻ നേരത്തെ പറഞ്ഞതിന് അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞു കണ്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ വെട്ടിമാറ്റൽ കാരണമില്ലാതെയാണ് എന്നുള്ളത് ഭരണഘടനാ ലംഘനമായതുകൊണ്ടാണ് അതിൽ കോടതി ഇടപെട്ടത്. അത് തിരുത്തും എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ശരി, തിരുത്താത്തതിന്, ചെയ്ത തെറ്റിന് എന്താണ് ശിക്ഷ? ഭരണഘടനാ ലംഘനം നടത്തിയതായി കോടതി കണ്ടെത്തിയതാണല്ലോ തിരുത്തിയത്. എന്താണ് കാരണമില്ലാതെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ തെറ്റ്? ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോയില്ല. ഹരീഷ്, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം, 15 ദിവസമുണ്ട്. ബീഹാറിൽ നോക്കൂ, 15 ദിവസമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊണ്ടുവരാം കണക്ക്, അപ്പോൾ നോക്കാം പരിശോധന എന്നാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല എന്നാണ്. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സുപ്രീം കോടതി വിധികൾ നിങ്ങൾ എടുക്കൂ. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അക്കമിട്ട് നിരത്തി ഉത്തരവ് വരികയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മന്ത്രാലയങ്ങൾ അത് നടപ്പാക്കിയപ്പോഴും ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ 10 പ്രശ്നവുമായി കോടതിയിൽ പോകുന്നു. കോടതിയുടെ സമയപരിമിതി, കോടതിക്ക് കേസ് കേൾക്കുന്നതിനുള്ള കാലതാമസം, ഇതെല്ലാം ഭരണകക്ഷിക്ക് തെറ്റായ തീരുമാനമെടുക്കുന്ന കക്ഷികൾക്ക് സർക്കാരിന് അനുകൂലമായി മാറുന്നു. അതിൽ 3-4 കേസുകൾ ഏറ്റെടുത്ത് അതിൽ 3-4 വിഷയങ്ങൾ പരിഗണിക്കുന്ന കോടതി അതിൽ തന്നെ തെറ്റ് കണ്ടുപിടിച്ചത് തിരുത്താൻ ആവശ്യപ്പെടുന്നു. ഈ തെറ്റ് ചെയ്ത ആളെ ഏതെങ്കിലും നിലയ്ക്ക് നിയമ സംവിധാനത്തോട് അക്കൗണ്ടബിൾ ആണോ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് തെറ്റ് ചെയ്യും, നിങ്ങൾ കോടതിയിൽ പോയി ചോദ്യം ചെയ്യൂ. കോടതി തെറ്റ് കണ്ടുപിടിച്ചാൽ പോലും ഞങ്ങളത് തിരുത്തുക മാത്രമാണ് ചെയ്യുക. ഞങ്ങൾക്കതിന് വില കൊടുക്കേണ്ടി വരില്ല. കാരണം ഞങ്ങൾ ആനപ്പുറത്തിരിക്കുകയാണ്. ആനപ്പുറത്തിരിക്കുന്ന ആളുകൾ പട്ടിയെ പേടിക്കേണ്ടതുണ്ടോ എന്ന നാട്ടുംപുറത്തെ ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷനും അവരുടെ സർക്കാരിന്റെ സഖ്യകക്ഷിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനും സർക്കാരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ വശമാണ്, എന്തെങ്കിലും ചോദ്യം സ്മൃതിയെ പോലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇത് സബ്ജുഡിസ് ആണ് എന്ന് പറയുന്ന തമാശ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. സബ്ജുഡിസ് ആയ കാര്യത്തിൽ കോടതിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്ന അദ്ദേഹം, ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം സബ്ജുഡിസ് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നടപടി സ്വീകരിക്കുമോ? പാർലമെന്റിൽ വന്നിരിക്കുന്ന ഇംപീച്ച്മെന്റിനെ സപ്പോർട്ട് ചെയ്യുമോ? കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ കോടതിയിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാതെ ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണമായി വന്നത്? അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിലാണ് ഇതല്ല. അതുകൊണ്ട് മാനാഞ്ചിറ മൈതാനത്തെ ഞാൻ ഒട്ടും ജനാധിപത്യത്തിൽ കോടതിയേക്കാൾ മോശപ്പെട്ട എന്തെങ്കിലും സംഗതിയായി കാണുന്നില്ല. ജനാധിപത്യത്തിൽ മാനാഞ്ചിറ മൈതാനത്തിനും കോടതിക്കുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റോളുകളുണ്ട്. കോടതിയിൽ പോകേണ്ടവ കോടതിയിൽ പോകും, മാനാഞ്ചിറ മൈതാനത്ത് പറയേണ്ടവ മാനാഞ്ചിറ മൈതാനത്ത് പറയും. ഈ പറയുന്ന നരേന്ദ്രമോദിയും രാഹുലും ഒക്കെ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് മാനാഞ്ചിറ മൈതാനങ്ങളിലൂടെയാണ് ഇലക്ഷൻ നേരിടുന്നത് സാർ. അതുകൊണ്ട് മാനാഞ്ചിറ മൈതാനം എന്തെങ്കിലും വില കുറഞ്ഞ സാധനമായി കണക്കാക്കുന്നില്ല. പക്ഷേ ബി.ജെ.പിക്ക് അത് തോന്നുന്നുണ്ട്. കാരണം ബി.ജെ.പിയുടെ പ്രതിനിധിക്ക് അത് തോന്നുന്നത് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ വാനരന്മാരായി, പരാതി പറയുന്ന ആളുകളെ വാനരന്മാരായി കൊരങ്ങന്മാരായി കാണുന്ന MP-മാരാണ് ഈ നാട്ടിലുള്ള. അവരുടെ അടിസ്ഥാന ജനാധിപത്യത്തോടുള്ള പുച്ഛവും പരിഹാസവും വ്യക്തമാണ്. അത് ഈ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അവർ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നാളെ പ്രധാനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയാൽ പോലും, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തിൽ ഇപ്പൊ അല്പമെങ്കിലും നാണം ബാക്കിയുണ്ടായിരുന്ന ഒരാൾ ഇലക്ഷൻ കമ്മീഷനിൽ രാജിവെച്ച് പോയി. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇലക്ഷൻ കമ്മീഷനിലേക്ക് തീരുമാനമെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ രാജിവെച്ച് പോയത്? ഈ പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ പദവിക്ക് ഒരു ഭരണകക്ഷിയുടെ വാലായി നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അലയായി നിൽക്കാൻ കഴിയില്ല എന്ന് മാനാഭിമാനമുള്ള ആളുകൾ പറഞ്ഞ സാഹചര്യത്തിലാണ് ജ്ഞാനേഷ് കുമാറിനെ പോലെയുള്ള 2-3 ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ടാർഗറ്റഡ് അജണ്ടകളും നടപ്പാക്കി കൊടുത്ത ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നതും അവർ ഈ രംഗത്തേക്ക് വരുന്നതും. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചരിത്രത്തിൽ ആദ്യമായി നാണം കെട്ട രീതിയിൽ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാനാഞ്ചിറ മൈതാനങ്ങളിൽ ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. എല്ലാവരും സുപ്രീം കോടതിയിൽ പോകും. അങ്ങനെയാണ് ഈ രാജ്യത്ത് നിയമം ഉണ്ടാവുന്നതെന്നും നീതി ഉണ്ടാവുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജനാധിപത്യത്തിന്റെ ചരിത്രം അങ്ങനെയല്ല നമ്മളോട് പറയും. ശരി, ഡോക്ടർ വി ശിവദാസൻ, ഇപ്പോൾ ബി.ജെ.പി പ്രതിനിധിയുടെ പ്രതികരണം കണ്ടല്ലോ, ശ്രീപത്മനാഭൻ പറഞ്ഞത് കേട്ടല്ലോ. കോടതിയിൽ തെളിയിക്കൂ, കോടതി ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതാണോ നിങ്ങൾക്ക് മുന്നിലെ വഴി? ഒന്ന്, ജനാധിപത്യത്തിൽ കോടതിയും ഒരു വഴിയാണ്. അതുമാത്രമല്ല ജനാധിപത്യത്തിലെ വഴികൾ. ഇവിടെ തെരുവുകളിലെ ജനങ്ങളുടെ സമരവും ജനാധിപത്യ പ്രക്രിയയിൽ പാർലമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഇടപെടലുകളുമെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഇവിടെ ബി.ജെ.പി കോടതിയിൽ പോകൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷനിൽ അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കിയിട്ട് ബി.ജെ.പിയുടെ നേതാവിനെ മേയറാക്കി പ്രഖ്യാപിച്ചത് രാജ്യമാകെ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. എന്നിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞു കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഉണ്ടായ സ്ഥിതി എന്താണ്? അവസാനം വലിയ സമരങ്ങളും ഒടുവിൽ കോടതിയുടെ വിധിയും എല്ലാം ബി.ജെ.പിക്ക് കാണേണ്ടി വന്നു. മേയറെ മാറ്റേണ്ടി വന്നു. ചണ്ഡീഗഡിലെ ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ ബി.ജെ.പിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ബാലറ്റ് പേപ്പറുകൾ അത് അസാധുവാക്കുന്നു. എന്നിട്ട് അവിടെ ആം ആദ്മി പാർട്ടി ഒടുവിൽ ജയിക്കുന്ന നിലയിലേക്ക് വന്നു. നമ്മൾ കാണേണ്ടത്, ബി.ജെ.പിയുടെ നേതാക്കൾക്ക് വേണ്ടി പ്രിസൈഡിംഗ് ഓഫീസർ ഇടപെടുന്നു, ബി.ജെ.പിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും കോടതിയുടെ ഉൾപ്പെടെയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ മേയർ വന്നിട്ടുള്ളത്? ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, എല്ലാ അർത്ഥത്തിലും ഭരണ സംവിധാനത്തെ, ഇലക്ഷൻ കമ്മീഷനെ, നമ്മുടെ കോടതിയെ, നമ്മുടെ അന്വേഷണ ഏജൻസികളെ, CBI, ED എല്ലാം ബി.ജെ.പി അവരുടെ കൽക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ രാജ്യത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നു. EDA അതിന്റെ ഡയറക്ടറുടെ നിയമനം, CBIയുടെ ഡയറക്ടറുടെ നിയമനം, അതുപോലെ കോടതികളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചകൾ. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ വക്താവ് ഈ അടുത്ത് ആരായി മാറി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള മറ്റൊരു ജഡ്ജിയെ കുറിച്ച് വന്നിട്ടുള്ള വാർത്ത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഇതിനെല്ലാം ജനങ്ങളിൽ നിന്ന് ജനകീയ പ്രതികരണം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നേതാവിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ ധിക്കാരവും ദാർഷ്ട്യവും നിങ്ങൾ മാറ്റം വരുത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി പോയിരുന്നു. അതിലൊരു തീരുമാനം വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചത്, അതിനെ എങ്ങനെ വിശദീകരിക്കും? നിങ്ങളിപ്പോൾ കോടതിയാണല്ലോ മാനിക്കുന്നത്. കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാമോ എന്ന് പറയുമ്പോൾ, കോടതിയിൽ ഒരു കാര്യം നിൽക്കുമ്പോഴാണ് ആ തീരുമാനത്തിലേക്ക് നിങ്ങൾ വേഗം പോയത്. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ശിവദാസൻ സാറേ, നേതാക്കന്മാരുടെ പേരിലൊക്കെ വിദേശ പണത്തിൻ്റെ ആരോപണം കേട്ടോ. ഇന്ന് സകല ചാനലിലും അതാ ചർച്ച. അതൊക്കെ നോക്ക് ആദ്യം. എല്ലാവരും ലണ്ടനിലല്ലേ പൈസ? എല്ലാവരും പൈസ ലണ്ടനിലല്ലേ? നമുക്ക് വിഷയത്തിൽ നിൽക്കാം. ലണ്ടനിലൊക്കെ ഉള്ള താങ്കൾ ചോദിച്ച ചോദ്യം ഉത്തരം
ഉത്തരം. അതായത് ആ നിയമം സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്യാത്തടത്തോളം കാലം ആ നിയമപ്രകാരം മുന്നോട്ട് പോവുക. മനസ്സിലായില്ല. എന്താ അത്? മനസ്സിലായില്ല. അതിൽ കോടതി തീരുമാനമെടുക്കും മുൻപ് കോടതി അത് പരിഗണിക്കാൻ കോടതിയിലേക്ക് ഹർജി പോകുന്ന ഘട്ടത്തിൽ തന്നെ നിങ്ങൾ തീരുമാനം സ്റ്റേ ഉണ്ടെങ്കിൽ ആവില്ലല്ലോ. സ്റ്റേ ഉണ്ടെങ്കിൽ ആവില്ലല്ലോ. താങ്കളുടെ ഈ പരമപുച്ഛം ഒരു മറുപടിയല്ല ശ്രീ പത്മനാഭൻ. സ്റ്റേ ഉണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു ഹർജി അങ്ങോട്ട് പോകുമ്പോൾ ആ ഹർജിയിൽ ആലോചന നടക്കുന്നുണ്ടോ, തീരുമാനം വരുന്നുണ്ടോ എന്ന് കാക്കാതെ വളരെ വേഗം ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചോ നിങ്ങൾ എന്നുള്ളതാണ്. ശരി, നിങ്ങൾ പുച്ഛം തുടരൂ, ജനം മറുപടി നൽകട്ടെ. വളരെ നന്ദി PDT ആചാരി, ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, കൊടിക്കുന്ന് സുരേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.